സാവിജ് ഒന്ന് ഊരിക്കേ, മാസ്ക് ഊരിക്കേ, ഒന്ന് ഊരിക്കേ. അല്ല ഒന്ന് ഊരി, കറുത്ത വാസുണ്ണന്റെ ഒരു സാമ്യമില്ലേ? വാസുണ്ണന്റെ ഒരു സാമ്യമുണ്ട്. കണ്ണാടി. മുടി അങ്ങ് മാറ്റി കഴിഞ്ഞാ ഇവന് ഈസി ആയിട്ട് മുള്ളിയാക്കാൻ കേട്ടാ, വലിയ പാടില്ല. മീശയും തടി ഓൾറെഡി ഇല്ല, മുടി മാത്രം മാറ്റിയാ മതി. നീ ഒന്ന് മുരളി പോലെ സംസാരിച്ചേ. നോക്ക് അങ്ങനല്ല, കണ്ണാപ്പി പോലെ സംസാരിക്കാറിയോ? അങ്ങനെ സംസാരിക്കാറിയോ? അത് മതി. തണുപ്പായിട്ട് തൊണ്ട അടഞ്ഞിരിക്കുന്നു പറയാം. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായി? മഞ്ഞ് തുടങ്ങിയപ്പോഴേ മുടി മാറ്റി കേറാത്തത് ഇത്ര പെട്ടെന്ന് മുരളി സെറ്റ് ആവുന്ന ഞാൻ വിചാരിച്ചില്ലേട്ടാ. സത്യത്തിൽ നീ ഒരു ഗില്ലായിട്ട് തന്നെയാടാ പപ്പോ. അത്രേ ഉള്ളൂ, കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി. കുറച്ചേരം അവര് പറഞ്ഞൊക്കെ സഹകരിച്ചു. വെള്ളാണി ജംഗ്ഷനിൽ വന്നാ പോവാം. അവര് കൊണ്ടുപോയിട്ട് ആരെങ്കിലും അച്ഛാന്ന് വിളിക്കാൻ പറഞ്ഞ വിളിച്ചോളേ. വളരെ കുറച്ചേരത്തേക്ക് ഒന്നും തോന്നില്ലേ? കുറച്ചധികം വണ്ടി കിട്ടും. ഒരു കാര്യം, നല്ല 2 വണ്ടി എടുത്തോട്ടെ. നല്ല വണ്ടി എടുത്തോട്ടെ, കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. ഒരു BMW ഒരു പോർഷെ അങ്ങ് തരാം, വെച്ചോ. മുടി ആദ്യം തൊട്ട് നമുക്ക് തപ്പാം. നാളെ ഞാൻ വണ്ടി വന്നാ ടാറ്റു ഒന്നുമില്ല എനിക്ക്. കഷണ്ടി എവിടെ മുടി? ആദ്യം തൊട്ട് അവരെ കൂടെ വന്നല്ലടാ. ആദ്യം തൊട്ടാണ് ഇത്. അവരെ കൂടെ വന്നല്ലടാ. ഇതല്ല, ലെഫ്റ്റിലല്ലേ? ഇഷ്ടമുള്ള ഇട്ടോ, അവർക്ക് അറിയത്തില്ലല്ലോ. ഫോട്ടോ കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? സത്യം മനസ്സിലായി. വീഡിയോ പണ്ടത്തെ ഫോട്ടോ ആണെന്ന്, ഇപ്പൊ മുടി വളർന്നയാന്ന് പറങ്ങ്. ഇല്ലേ? പിന്നെ അണ്ണങ്ങനെ മുടിയില്ലാതെ നടക്കുന്നേ, മുടി വെച്ചല്ലേ? നിന്റെ തലയിൽ ടാറ്റു അടിച്ചിരിക്കണ നീ. ഇല്ല, ടാറ്റില്ല. അത് മാറ്റാം. അത് മാറ്റിയാലേ അറിയാൻ പറ്റുള്ളൂ. അത് മാറ്റെന്താ ചെയ്യണമല്ലോ. പോയില്ലേ? അതെങ്ങനെ സൗണ്ട് അറിയാൻ പറ്റും? ഇപ്പൊ നോക്കിയോ? ഇത് തന്നെ എവിടെയോ ഉണ്ടത്. പോട്ടെ ഒരു 148 നോക്കിയേ സാവേജ്. അല്ല, അതെ 148 ഇതാ. കിട്ടി. മറ്റേ സാധനങ്ങളാ കിട്ടി. നോക്ക് ടെക്സ്ചറും കൂടി ബ്ലാക്ക് ആക്കി, ഫുള്ള് ബ്ലാക്ക് ആക്കാം. ഞാൻ തന്നെ വേണ്ടി വന്നു. ഞാൻ മരം കയറിയപ്പോഴത്തേക്കും ഇനി കണ്ണാടി ഔട്ട്ഫിറ്റ് ഒന്ന് മാറ്റണം കേട്ടോ. നിന്നെ ആര് കൊണ്ടുപോവാ? നീ ബാജുവേ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച് പവർ ആക്കിയ ഗൈസ്. അതെ വോയിസ് അറിയില്ല. വോയിസ് അറിയണം. പറയണത് തന്നെ വോയിസ്. തൊണ്ട വയ്യാന്ന് പറഞ്ഞാൽ ഇത് വല്ല ശരിക്കും വോയിസ് പറഞ്ഞാൽ മതി. അതെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ബ്രോ. നീ വരുന്ന ഡ്രസ്മാരെ സോറി, അഡ്വാൻസ് മാരി ക്രിസ്മസ്. ഇപ്പൊ വരാം ഞങ്ങള്. എന്തായിരുന്നാലും മറ്റേ ഫണ്ട് വേണോന്ന് പറഞ്ഞു അവന്റെ തന്നെ വാങ്ങിക്കാം പറഞ്ഞിട്ട് അവന്റെ ഒരു സന്തോഷാവട്ടെ. എടാ ഞാൻ അതല്ലേ പറയണത്, നമുക്ക് ഇവനങ്ങ് തേച്ചാലേ ലാസ്റ്റ്. അതാ ഞാൻ നോക്കിയിരിക്കുന്നത്. വണ്ടി അവന്റെ കൊടുക്കാം. ഇത് മതിയാ. ഓ ഏതാ ഇതിട്ടോണ്ട് ഞാൻ കൊണ്ട് മറ്റേ മുതുകില് പാവരിച്ചിരുത്താനല്ല, മുരളിയുടെ ഡ്രസ് ഇട്ടേ.
കോടി ആസ്തിയുള്ള ആളുടെ ഉടുപ്പാ. സത്യം. കോട്ടൊക്കെടാ വെയിറ്റ്. മറ്റേക്കോട്ട് പച്ചക്കോട്ട് പച്ചക്കോട്ട് അറിയാമോ നിനക്ക്? പച്ചക്കോട്ട് ബച്ചക്കോട്ട് അറിയാം. ബച്ചക്കോട്ട് നീയൊക്കെ അറിയാം വെയിറ്റ് നീയൊക്കെ പണ്ട് ഊക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവും. വെയിറ്റ് ആ കോട്ട് എടാ, നീ പണ്ട് default മള്ളിയിൽ ആണ്. തല്ലൊക്കെ കണ്ടിട്ടുണ്ടോടാ? ആ ഉണ്ട്. മറ്റേ പോയ ബാബാ. നമ്പർ കൊത്തി കള്ളായി. പിന്നെ സിറ്റിയിലാണെങ്കിലും മള്ളിയിൽ ലൈവല്ലേ എപ്പോഴും കണ്ടേന്ന്. അല്ലല്ല. എനിക്കൊന്നും പറയാനും പറ്റില്ല. 1+17. പോലീസായോ? വേലായുധൻ അവനല്ല പറഞ്ഞത്. വേലായുധം വേണ്ട. ഒരവസരം കിട്ടിയാ പിന്നെ അങ്ങോട്ട് അങ്ങ് എല്ലാം കളിക്കും. ഡബിൾ റോള് കളിക്കും പയ്യൻ. 183. 183. ഇതാണാ? ഇതൊന്നും അല്ല. ഇതല്ല. ഇതിന്റെ അപ്പുറത്ത് ഇത് SMG. പച്ച. ഓ ആ, പച്ച. ഇവ അസല് മറ്റാ. ഞാൻ നോക്കണ പറയുന്നതിന് മുന്നേ ഷൂ ഇട്ടാ. ഓ, ഏതാ? ഇവിടെ ഷൂവും പാന്റും. correct shoe pant ഇട്ടാട്ടാ. ഒരു കട്ടിക്ക് സംസാരിക്കണേ. പറയണ പനിയാ ആ കട്ടിക്ക് സംസാരിക്കാം. വെയിറ്റ് കേട്ട്. കണ്ണാടിയാക്കട്ടെ. ആ ഇത് അതിന്റെ കണ്ണാടി ഇതല്ലേ? ആ അല്ല, അത് ഇത് ഇതാ ഇതാ ഇതല്ലേ? നേരത്തെ ഇതല്ലേ? ഇത്. ഇതിന്റെ ഇപ്പുറത്ത്. ഇത് ആ ഇത് തന്നെ. ഇതാണോ കണ്ണാടി? ഇതാണ് കണ്ണാടി. ഇതാണ് അല്ലല്ല, കണ്ണാടി. മാറ്റി. അല്ലല്ല. എടാ, അവന് നന്നായിട്ട് അറിയാം നിന്നെ കട്ടി. ഇതാണോ? അത് തന്നെ. അവൻ പറഞ്ഞില്ല അതാണ്. അത് തന്നെ. എല്ലാം അറിയാം കേട്ടോ. ആ, എനിക്ക് വല്ല അറിയാം. Let's go. നീ കയ്യില് കഷം കീറിയിട്ടാണോ പോകുന്നത്? ബാക്കൊക്കെ കീറി. എടാ കൈ ഒന്ന് കറക്റ്റ് ചെയ്തേ. ഇല്ലല്ല. ബാൻഡ് ഒന്ന് മാറ്റിട്ടേ. ബാൻഡ് ഒന്ന് കറക്റ്റ് കറുത്ത പറ്റിട്ടോ. കറുത്ത പാന്റ്. ആ. 0 തൊട്ട് തുടങ്ങാം. ബാക്കടി കണ്ട്. ഇത് മതി. വാ പോവാ. ഇത് ലെഗിങ്സാ? മതി. പണ്ട് മുതൽ ലെഗിൻസും ഒരു നൈറ്റി ഒക്കെ ഇട്ടാണ് നല്ലത്. തമാശ പറയുമ്പോ ചിരിക്കല്ലേ? ഇല്ല. ബാസ് ശബ്ദം ശരിയാക്ക്. ബാസ് ഇട്ടിന്റെ ശബ്ദം സംസാരിച്ചേ. മാസുണ്ട്. ബാസ് ഇട്ട് ഒരു ഷർട്ടൊക്കെ ഇട്ട് പോവാം. ബാസ് ഇട്ടിന്. ഹലോ, ഇതാരാണ്? എന്റെ പേര് ആഡം. ആഡം ബ്രോ. അത് നമ്മളില്ലേ ചെറിയൊരു നിങ്ങൾ സെറ്റായോ? സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓ, നമ്മൾ ആദ്യം കുഴിച്ചെടുത്ത സാധനം ഇല്ലായിരുന്നു കേട്ടോ. അതെയോ? ഓ, കുറച്ച് സമയം കൂടെ വേണം. നമ്മൾ ഒന്നും കൂടെ കുഴിക്കാൻ പോവാ. ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഓക്കെ. ഓ പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഒരുമിച്ച് 2 മിനിറ്റ് നമുക്ക് ഈ കുഴിച്ച കിട്ടാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണേ. ഓക്കെ. ഇപ്പൊ ഒരു ഒറിജിനാലിറ്റി ഇല്ലേ? പിന്നല്ലേ ഏതാ പിക്കപ്പ് ട്രക്ക് ഞാൻ ഒന്ന് വിളിച്ചോണ്ട് ദൈവത്തിനെ. ഇനി 1-2 കാര്യം കൊണ്ട് സെറ്റ് ആവണ്ട്. ഇത് മുതലാളി ആണെന്നും കുറച്ച് പേര് ഒന്ന് വളരെ സംസാരിച്ചിട്ട് ആണ്ണ അങ്ങനെ ചെയ്യാണ്ണ ഇങ്ങനെ ചെയ്യാണെന്ന് പറയണം. മനസ്സിലായില്ലേ? അതിന് വേണ്ടി ഒരു ബാക്കപ്പ് ടീം സെറ്റ് ചെയ്യണം നമ്മള്. പൈസ ഒരു പ്രശ്നമില്ല. ആൾക്ക് 10 ലക്ഷം പറഞ്ഞോ. ഒരു 3-4 പയ്യന്മാരെ സെറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വസുണ്ട കുമ്പിട്ട് നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. ഒരു ഇതുണ്ട്, ഒരു പരിപാടി ഉണ്ട്. നിങ്ങൾ കാണുവോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് ഈ മാർക്കോല വണ്ടി എന്റെ ഉണ്ട്. വാസോണ്ണനെ കണ്ട വാസോണ്ണ എന്താണെന്ന എന്നൊക്കെ പറഞ്ഞ് വാസോണ്ണ സുഖാണോ എന്ന് ചുമ്മാ ഓരോ ആൾക്കാർ വരണം. ഞാൻ വിളിക്കുമ്പോ ലൊക്കേഷൻ അയച്ചു തരാം. അപ്പൊ വരണേ. എനിക്കൊരു ഹായ് ഇട്ട് ഒരു മെസ്സേജ് ഒരു ഹായ് ഇട്ടേ നിങ്ങൾ ആരെങ്കിലും. ഞാൻ ഇപ്പൊ ലൊക്കേഷൻ അയച്ചിട്ട് അതങ്ങനെയാണ്. അവര് വിളി. ഞാനെന്നെ മറന്നുപോയി.
കൊറേ സംസാരിക്കണം, കൊറേ ഓവർ ആക്ട് കാണിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ? ആവശ്യത്തിന് എടാ എന്റെ ഒരു ചെറിയ ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ, വേറെ ഒന്നും തോന്നരുത്. നീ ഇങ്ങോട്ട് തന്നെ വാ വാ, എനിക്കൊരു കാര്യം വന്നു പറയണം. വന്നു വന്നു അങ്ങനെ എന്നെ പണിയെടുപ്പിക്കുവല്ലേ? പണിയെടുപ്പിക്കുവല്ലേ എന്നെ? എന്റെ മഞ്ഞ കളസ ഊരാൻ സമ്മതിക്കൂലല്ലേ? അല്ലെ വേണ്ട, ഒരു സാറ്റിസ്ഫാക്ഷൻ വരല്ലേ? ഇതിന്റെ ഉള്ളിൽ ഇവനാണെന്ന് എനിക്കിപ്പോഴും അറിയാം, അതാണ്. ഇരുട്ടടി അടിക്കും. ആ ഒരു കാര്യം ചെയ്യ്, ബാക്കി സെറ്റ് ബാക്കി ബാസ് ഇട്ട് സംസാരിക്കും, കേക്കട്ടെ. ഹലോ ഇതാണോ ബാസ്? തൊണ്ടടിഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞ് കാരണം തൊണ്ടടിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ 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 നമ്മളെ കള്ളക്കാ പറയുന്നത്. എന്താ പപ്പടം? തണുപ്പ് കാലാകുമ്പോ മുതൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സിലായില്ലേ? ഇനി അടുത്തൊന്ന് വെയിലടിക്കണം, നേരെ വെയിലടിച്ചാലേ ഇത് ശരിയാവുള്ളൂ. എടാ ഒരു മൂന്നാല് പേര് സെറ്റ് ചെയ്യണം. വന്നേ ഇപ്പോഴും നിങ്ങൾ ലൊക്കേഷൻ ഓരോരോ വണ്ടിയില്ലേ, നമുക്ക് ആദ്യം ഒരു വണ്ടി സെറ്റ് ചെയ്യാൻ പോയേ. വണ്ടി സെറ്റ് ചെയ്യാൻ മറ്റേ വണ്ടി പോയി വാങ്ങിക്കാം നമുക്ക്, പണ്ടത്തെ പിക്കപ്പ് ട്രക്ക്. ഹലോ ബ്രോ, നിങ്ങൾ സെറ്റ് ആയിരുന്നോ? മള്ളി റെഡി, മള്ളി ഫ്രീ ആയി കേട്ടോ. ചെറിയൊരു കൊരങ്ങം പ്രശ്നം ഉണ്ടാക്കി, പ്രശ്നമില്ല. വണ്ടികളൊക്കെ സെറ്റ് ആയി. നിങ്ങൾ എവിടെയുണ്ട്? ഞാൻ കൊണ്ടുവരേണ്ടെന്ന് പറയോ? നിപ്പുണ്ട്. ലൊക്കേഷൻ അയക്കാം. ഓക്കെ സുവർ. ഓക്കെ ബ്രോ. ഓക്കെ ബൈ, താങ്ക് യു. എവിടെ വണ്ടി കാണാനില്ല. ആ വണ്ടി ഇതെല്ലാം എനിക്കുള്ളതല്ലേ? ഇതെല്ലാം എനിക്കുള്ളയാ, ഇതെല്ലാം എനിക്കുള്ളയാ. എല്ലാം എഴുതി തരാൻ പറഞ്ഞു. എനിക്ക് ഒരു മിനിറ്റ് മുള്ളി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കാം. ഒരു കാര്യം തണുപ്പ്, ഒരു ഹീറ്റർ ഓൺ. നിങ്ങൾ എല്ലാരും ഫസ്റ്റ് ടൈം ആയിട്ട് മുള്ളി കാണാൻ പോന്നേ? അതെ ഞാനും വിക്രമനും ആദ്യമായിട്ടാ കാണുന്നത്. ബാക്കി ആരൊക്കെ നേരത്തെ കണ്ടുള്ളേ? ഇവരിവിടെ ഉള്ളതാ. കണ്ടിട്ടുള്ളേ? ഓക്കെ. എടാ ഒരു കാര്യം, അപ്പം മുള്ളിയെ ആദ്യമായിട്ട് കാണുന്നവർ വേണം ഫ്രണ്ടിലോട്ടൊന്ന് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കണ്ടേ? എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഓൾറെഡി നമ്മുടെ ഇജിനോബിൽസ് കാരണം തുമ്മലും തൊണ്ടവേനായിട്ട് അടഞ്ഞിരിക്കുക, തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക. മനസ്സിലായി? അലർജിക്കാണ് തണുപ്പത്ത് കൊണ്ടുവരാൻ. അതാണ് മുള്ളി വരാത്തത്. പോരാത്തിന് ബ്രോഞ്ചിലൈറ്റിസും ഉണ്ട്. സോസിലൈക്ക് ഫോബിക് കൂടിയാണ്. സോസിലൈക്ക് ഞാൻ ഫോബിക്. ഫ്രണ്ടിലോട്ട് വന്നത്. ഒരു 115. ഓക്കെ. ഒറ്റ ഒരെണ്ണമാണ് കേട്ടോ അത് കിട്ടിയത്. ഓക്കെ ഓക്കെ കിളച്ചിട്ട് ഇതേ കിട്ടിയുള്ളൂ നമുക്ക്, വേറെ ഇല്ല അവിടെ. ഇതല്ല, ഇത് 500 അല്ല, 500 വർഷവും പിന്നെ ഏകദേശം 7 മാസം ഉണ്ട് കേട്ടോ പഴക്കം. 2 മാസം കൂടെ 9 ആയിരുന്നു. ഞാൻ വിളിച്ചിട്ട് വരാം. ഞാൻ ഒരു കാര്യം പറയാം. മുള്ളിക്ക് ചെറിയ തൊണ്ടവേനുണ്ട്, ഒരുപാട് നേരം തണുപ്പത്ത് നിരത്തല്ലേ, ആള് ചിലപ്പോ വിറയ്ക്കും, പനിയൊക്കെ ഉണ്ട് അത്യാവശ്യം. കുറച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, കുറച്ച് ദിവസമായിട്ടേ. കുഴപ്പമില്ല, പക്ഷെ അനിയത്തിന്നൊക്കെ വിളിക്കും. അനിയത്തിന്നൊക്കെ വിളിച്ചോളൂ എന്തായാലും. വന്നോടനെ ബംഗളേന്ന് വിളിച്ച കാര്യമല്ലേ? സന്തോഷത്തോടെ കുറച്ചു നേരം കഴിഞ്ഞു ബ്രോ. തൊണ്ടേന ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് തൊണ്ട എത്ര ശരിയല്ലേ? ഇത് തണുപ്പിന്റെയാണ്. അലർജി സ്ത്രീ അതല്ല മുരളിയുടെ പലേറ്റ സുമല നിങ്ങൾക്ക് അറിയില്ലേ? ഒരു മഴ പോലെ വന്നയാ. അയ്യോ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഡിസംബറിൽ മുരളി ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചേ ഏട്ടായി, ഒന്ന് സംസാരിച്ചേട്ടാ. ഹലോ ഒരുപാട് സംസാരിക്കില്ല. ഓൾറെഡി ഡോൺസിലൈറ്റിസ് ആണ് മള്ളി, ഒരുപാട് സംസാരിക്കില്ലേ? ബ്ലഡ് വരുന്നുണ്ടേന്ന്. നമുക്കിവിടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണോ? ഇല്ല കുഴപ്പമില്ല, അത് വരുന്നതാണ്. അതായത് കുട്ടി എത്ര നാളായി കണ്ടിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ? ഇല്ല ഞാൻ വണ്ടിയിൽ പറഞ്ഞായിരുന്നു എല്ലാം. വണ്ടിയിൽ നിന്ന് ഇത്രയും നേരം കഥയെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആള് ആകെ വിങ്ങി പൊട്ടിയിരിക്കുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം വിങ്ങി പൊട്ടിയിരിക്കുവായിരുന്നു. സുഖം
അല്ല ഇതിന്റെ എത്ര നാളെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇതിന്റെ സൗണ്ടിന് ഇങ്ങനെ ആയിട്ട്? ഇങ്ങനെയാണ് ഈ എല്ലാം ഡിസംബർ മാസം ആകുമ്പോ ഇങ്ങനെയാണ്. കഴിഞ്ഞ ഡിസംബറിൽ മുരളിയുടെ പേര് തന്നെ മാറ്റിയായിരുന്നു. പലയിട്ട് സുമലേതോ എന്നായിരുന്നു പേര്. പിന്നെ ജാനുവരി ആയി തിരിച്ച് വാസുഭവൻ. ആ പിന്നെ എന്നെയൊക്കെ ഫോണിൽ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ മുരളിയാണെന്ന് പോലും മറന്നു പോകും. ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു. അതെ അതെ. അല്ല എല്ലാ ഡിസംബറിലും നമുക്ക് ആകെ ഉള്ള നീട്ട് ഇതായിരുന്നു. ഡിസംബർ മാസം ആരും സാലറി വാങ്ങിക്കത്തില്ല. മുരളിയുടെ റൂമിൽ നമ്മളങ്ങ് കിടത്ത ഒരു ദിവസം എല്ലാരും ഒരുമിച്ച് കിടക്കും. അങ്ങനല്ല, ഒരുമിച്ച് പാവരിച്ച് കിടക്കും. അതായത് ഡിസംബർ മാസം നമുക്ക് മുരളിയില്ലാത്തോണ്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ബാബു സാർ ഞങ്ങൾക്കൊന്ന് പേഴ്സണലി സംസാരിക്കാൻ പറ്റും ഞങ്ങൾക്ക് 3 പേർക്കും? അയ്യോ തൊണ്ട ഭയങ്കര പ്രശ്നം. നമ്മളില്ലാതെ മള്ളി വരും ഒരേ കാലത്തിന് ശേഷമല്ലേ ഞങ്ങള് അല്ല ഞാൻ മള്ളിയുടെ പേഴ്സണൽ സംബന്ധിച്ചാണ് ഞാൻ സൈഡിൽ നിൽക്കാം. കാരണം മള്ളിക്ക് ഈ തണുപ്പത്തെ മള്ളിക്ക് ചെറിയ രീതിയിൽ ഒരു മറവിയും കൂടെ ഉണ്ട്. അപ്പൊ ഈ നടക്കുന്ന എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ ഞാൻ വേണം ഓർപ്പിക്കാൻ. ഇല്ല ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളുണ്ടല്ലോ, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. അതല്ലേ, പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വെളിയിൽ ഞാൻ വേറെ ഒരു ഇത് വരുത്തൂല എന്ന് പറഞ്ഞ് ജനക്കണന്റെ വാക്ക് കൊടുത്ത് തലയിൽ തട്ടിയിട്ടിട്ടാണ് കൊണ്ടുവന്നത്. ജനക്കണ്ണൻ ഭയങ്കര പ്രശ്നമായിരുന്നു വെള്ളിയെ കൊണ്ടുവരാൻ നേരത്തെ. നമ്മുടെയൊക്കെ മള്ളില് കഴിഞ്ഞിട്ടുള്ള ബ്രദർ ഉണ്ട്, ഉറങ്ങുവാണ്. ഫോണൊക്കെ ഓഫീസിൽ വെച്ച് കിടന്നായിരുന്നു. നമ്മൾ നോക്കി കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ പോയി വിളിച്ചു വന്നിട്ട് കഞ്ഞിയൊക്കെ കാച്ചി വെക്കണം. നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം. അതെ അതെ അതെ. അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു, അതിന്റെ ക്ഷീണം ഉണ്ടാവും. അതല്ല കുഴപ്പമില്ല, ഞാൻ സൈഡിൽ നിന്നുള്ള അല്ലേ സംസാരിച്ചു. ഒരുപാട് മള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്യാറ്. സാധാരണ ഇവിടെയല്ല കോടതിയിൽ പോലും മള്ളിക്ക് പകരം ഞാൻ സംസാരിക്കാറ്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പണ്ട് മുതലേ അങ്ങനെയാണ്. മള്ളിക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും ഞാൻ വേണം. മള്ളിക്ക് തന്നെ തണുപ്പത്തൊരു ബുദ്ധിമുട്ടാവും. നമ്മുടെ സ്റ്റോറി പറഞ്ഞിരുന്നു. ഇല്ല പുള്ളി പറഞ്ഞില്ല. ഒന്ന് പറയാമോ? എനിക്ക് പെങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായില്ലേ, മുള്ളിക്കൊരു സ്ത്രീ വേണം. അത് പെങ്ങളായിട്ടായാലും മതി. അങ്ങനെയല്ല, കെയർ കൊടുക്കാനേ ജനിച്ച മുതൽ മുള്ളിക്ക് കെയറിങ് ഇല്ലാതെ വന്നായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വാത്സല്യത്തിന്റെ ഒരു കുറവുണ്ട്. കുറെ പേര് തല്ലിയിട്ട് അതിന്റെ കുറവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് മുരളിയെ. എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. എന്റെ സ്ലോട്ട് ഇട്ടേക്കണേ, ഞാൻ അരമണിക്കൂർ രണ്ടുപേരാ. തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെയാണ്. മള്ളി മതി സ്ട്രെസ് എടുത്ത മള്ളി വായിന്ന് ബ്ലഡാണ് വരുന്നത്. ഹലോ മള്ളി, മള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ വണ്ടിക്ക് ഹീറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് കയറി ഇരുന്നിട്ട് വന്നേ. ഇല്ലെങ്കിൽ ശരിയത്തില്ല. 2 മിനിറ്റ്സ് ഇരുന്നിട്ടാണേ വണ്ടി ഓണാക്കി. അത് ഇടയ്ക്ക് 2 മിനിറ്റ്സ് ഹീറ്റർ കയറ്റി ഇരുന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഓക്കെ ആവും, ആളൊന്നും ഓക്കെ ആവും. എനിക്ക് തന്ന ഗിഫ്റ്റ് ഞാൻ കൊടുക്കട്ടെ. എനിക്ക് തന്നിരുന്ന ഒരു 5000 വർഷം പഴക്കമുള്ള, അല്ല 500 വർഷം പഴക്കമുള്ള. ഒരു മിനിറ്റ്, അത് കുറച്ച് തല ഇട്ടിട്ട് കൊടുക്കണേ. പുള്ളിക്കൊന്ന് തല ഇറങ്ങി വീഴാം. പുള്ളി അത് കിട്ടി കൺഫേം ആയിട്ട് തല ഇറങ്ങി വീഴും. എനിക്ക് ഇത്രയും വർഷം പരിചയം കൊണ്ട് പറയുന്നു. മള്ളിക്ക് ഭയങ്കര ജീവനാണത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഹീറ്റ് ആയി ചൂടായി നോക്കിട്ട് വരട്ടെ. മുട്ടി തീ കൊടുത്താൽ മതി. അവരൊരു കുപ്പി കൈ തരും. തന്നെ അയ്യോ അമ്മ അച്ഛന്ന് പറഞ്ഞിട്ട് തല ഇറങ്ങി വീണ ഇമോട്ട് ഏതാണ്? അതങ്ങ് ഇട്ടേക്കണേ. പബ്ജി ആണ്. സ്പാം ചെയ്ത് പ്രാന്താക്കല്ലേ. നീ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ സിറ്റിയിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ഒന്ന് ഈ തണുപ്പ് മാറുന്ന വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സൗണ്ട് നേരെയാവും. കുറച്ചുകൂടെ കാണോ? അപ്പൊ പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും എങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. മുള്ളിൽ സൗണ്ട് എന്തായാലും നേരെയാവും. കാരണം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി പുള്ളി ഹീറ്ററുള്ള റൂമിലിട്ട് കിടച്ചു വരയ്ക്കാൻ നാളെ ശരിയാവും. നാളെ റെഡിയാവും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ഡേയ്സ് കഴിഞ്ഞാൽ 2 ഡേയ്സ് 1 വീക്ക് ഡിപ്പെൻസ് ആണ് കേട്ടോ. അതോ അസുഖമില്ല. ഇത് ഇപ്പൊ മാറാൻ പറ്റുന്ന ദൈവമൊന്നുമില്ലല്ലോ നമ്മളാരും. അത് പക്ഷേ തലയിടത്തില്ലേ? 500 വർഷം പഴക്കമുള്ള സാധനം. കിട്ടിയോ?
ഒരു അയ്യോ അമ്മേ പെങ്ങളെ അശോ പോരും. മള്ളി തല കറങ്ങല്ലേ അയ്യോ മള്ളി പിടിയാ പിടി ഇത് തല കറങ്ങത്തേ ഉള്ളു വിടത്തില്ലേ? നമ്മുടെ ചേട്ടനെ അയ്യോ അയ്യോ ഓക്കെ അല്ലേ മള്ളി ഓക്കെ അല്ലേ? എടാ വിക്രമ എന്തൊരു വിക്ര കാട്ടുന്നേ? ചേട്ടനെ വീരം കൊടുക്കത്തില്ല. ബോധം പോയി. അശോ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കണോ? ആംബുലൻസ് വിളിക്കേ. ആംബുലൻസ് വിളിക്കണോ? ഇവിടെ ആംബുലൻസ് ഇല്ല ഒരു മിനിറ്റ് അത് വേറെ ട്രിക്ക് ഉണ്ട് സത്യം ഒരു മിനിറ്റ് റാവുസേട്ടനെ അറിയാവുള്ളൂ ശ്രീ ശ്രീ എടാ വിക്രം മാറിന്നേ. അല്ല ഇങ്ങോട്ട് പിതുക്കണ എനിക്കറിയാം ഇങ്ങോട്ട്. ചേട്ടൻ ഞാൻ കൂടെ നിൽക്കാം അല്ല കുട്ടിയെ വിളിച്ചേ. വേദികയോ എന്തായിരുന്നു? വേദനായകോ ഭയം. വേദിക വേദിക. വേദിക മല്ലി ഉപ്പി കൊടുത്തപ്പോ വീണേ ചാടി എണീക്ക ഒരു ട്രിക്ക് ഉണ്ട്. എന്താ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറുകൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ മതി, ചാടി എണീക്കും. പറയാം. മനസ്സിലായില്ലേ? വാസുവേട്ടാ ഇപ്പൊ നോക്കോ മല്ലി ചാടി എണീക്കണം നോക്കോ ഇപ്പൊ. വാസുവേട്ടാ ചേട്ടന് ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള വണ്ടികളെല്ലാം ഞങ്ങൾ വണ്ടികളുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇത് കാണുന്നതെല്ലാം ചേട്ടനുള്ളതാ. എല്ലാം ചേട്ടനുള്ളതാ. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്കിപ്പോ ഇതിൽ നിലവില് നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇതിന്ന് ഒരു 2 വണ്ടി നമുക്കൊരു ഈ ഫസ്റ്റ് കാണുന്ന റോയ്സും ഈ BM നമുക്ക് തരാൻ പറ്റുള്ളൂ. ബാക്കി സാധനങ്ങൾ നമുക്ക് എടാ അതൊന്ന് സംസാരിച്ച് അവരടുത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് അവരെന്തോ സൈൻ കിട്ടാനുണ്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന്. എക്സ്പോർട്ട് ചെയ്തതിന്റെ 2 വണ്ടി നമുക്കിപ്പോ തരാൻ പറ്റും. ബാക്കിയുള്ള വണ്ടി അത് വാസുവേട്ടാ സ്നേഹം കൂടുമ്പോ ഞാൻ അങ്ങനെ വിളിക്കും ബാബു സേട്ടെന്ന്. കളിയാക്കല്ലേ മള്ളി ഉമ്മാനെ അങ്ങനെ വിളിക്കുന്ന മള്ളി കളിയാക്കല്ലേ പ്ലീസ്. അത് ഇടയ്ക്ക് എന്നെ കളിയാക്കുന്നതാണ്. അതായത് കളിയാക്കല്ലേ മള്ളി ഇങ്ങനെ ചുമ്മാ. ഞാൻ വേണമെങ്കിൽ ഞാൻ പോവുമെങ്കിൽ ഇല്ല അത് ആരാണ്ട് വിളിച്ചതായിരിക്കും. അങ്ങോട്ട് വിളിച്ചതായിരിക്കും. ഇങ്ങനെ കളിയാക്കി. സ്നേഹം മാത്രം. ഏട്ടാ ഇതില് പറഞ്ഞോ, 2 വണ്ടി പറഞ്ഞാൽ ചേട്ടന് ഇപ്പൊ തന്നെ എഴുതി തരാം. ഇതായി കാണുന്ന 6 വണ്ടികളില് 2 വണ്ടി കൊള്ളാല്ലേ? 2 വണ്ടി കൊള്ളാം അല്ലേ അണ്ണാ? രണ്ടല്ലേ കിടക്കുന്ന മൊത്തം വണ്ടി കൊള്ളാലോ. ചേട്ടന് എത്ര വണ്ടി വേണം? പറ ചേട്ടന് എത്ര വണ്ടി വേണം? ഈ ഭൂലോകത്തുള്ള എല്ലാ വണ്ടിയും എനിക്ക് വേണം. വണ്ടി കിട്ടത്തില്ല. അല്ലല്ല അതായത് ഈ അമ്മ മരിച്ചിട്ട് ഒരുപാട് വർഷമായി. അല്ലല്ല ഈ വണ്ടി ഈ 2 വണ്ടി എഴുതി കൊടുക്കും നമുക്ക്. പിന്നെ നമ്മള് സൈൻ ചെയ്യല്ലോ. ഒരു പിന്നെ പോർഷയും പിന്നെ ഒരു പ്രശ്നമുണ്ട്. മള്ളിക്ക് GST ടാക്സിന്റെ ഇഷ്യൂ ഉണ്ട് ഓൾറെഡി. മള്ളി വണ്ടി എഴുതാൻ പറ്റില്ല. സാധാരണ ഇപ്പൊ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒല്ലി പപ്പു വണ്ടി വാങ്ങിയിട്ട് ഗ്യാങ് ഹൗസിൽ കൊണ്ട് മള്ളിയുടെ ഗ്യാരേജ് ഇട്ട് കൊടുക്കും. കാരണം പുള്ളിയുടെ പേരിൽ ഇനി വണ്ടി എഴുതി കഴിഞ്ഞാൽ പുള്ളിയെ ഉറപ്പടിയും കൊണ്ടുപോകും. ഇൻകം ടാക്സിൽ കൊണ്ടുപോകും. എന്താ ഇഷ്യൂ? ആളിവിടെ ഉണ്ടല്ലോ. പിന്നെന്താ? അല്ല പുള്ളിക്ക് ടാക്സ് ഇഷ്യൂ ഉണ്ട് ഓൾറെഡി. ഇത്രയും നാളെ എടുത്ത വണ്ടിയൊന്നും ടാക്സ് അടച്ചിട്ടില്ല. മറന്നുപോയായിരുന്നേ. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്താൽ മതി. ഒരു കാര്യം ഇവര് തന്നെ ടാക്സ് ക്ലിയർ ചെയ്യും. 1000 കോടി കൊടുത്ത ടാക്സ് ക്ലിയർ ചെയ്യും. 1000 കോടി 1000 അല്ല പുള്ളിയുടെ 50,000 വണ്ടി ഉണ്ട്. 1000 CR ആണ് ടാക്സ്. 1000 CR ആയി. അല്ല 1000 CR ഒന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് നോക്കാതെ അങ്ങനെ കേക്ക് അല്ലെങ്കിൽ GST പ്രോബ്ലം ആണെങ്കിൽ നമ്മളെ 2 ദിവസം സമയം തരുന്നു. നാട്ടിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് ഒരു വണ്ടിയെങ്കിലും പുള്ളിക്ക് കൊടുത്തു പോകുന്നതിന് പുള്ളിയുടെ സ്ഥലത്തില്ല. പുള്ളി ചിലപ്പോൾ പിണങ്ങിയാലോ. ഇല്ല വണ്ടി കൊടുക്കാം. ചേട്ടന്റെ പേരിലേക്ക് കൊടുക്കാം. ഓക്കെ അല്ലെ ഞാൻ പറഞ്ഞേ പേര് കൊടുക്കുമ്പോൾ GST ഇഷ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞേ ഇപ്പൊ തൽക്കാലം എന്റെ പേരിൽ മള്ളി ഓക്കെ അല്ലേ? ഞാൻ എന്റെ പേരിൽ വാങ്ങിച്ച മള്ളി കൊണ്ട് തന്നാ പോലെ. പുള്ളിക്കാരൻ തന്നെ ഓക്കെ എന്ന് പറഞ്ഞില്ലേ? എന്താണ് മുതലാളിയുടെ കയ്യിൽ നിന്ന് 1 രൂപയായി. ഞാൻ കൊടുക്കാം മള്ളി. അല്ല മള്ളി ഞാൻ കൊടുത്തോളാം. മള്ളിയുടെ പൈസ ട്രാൻസാക്ഷൻ മള്ളി കണ്ടുപിടിക്കും. മള്ളി ഗവൺമെന്റ് കണ്ടുപിടിക്കും. മള്ളി ട്രാൻസാക്ഷൻ പഠിക്കുന്നത് ഗവൺമെന്റ് മള്ളി. അല്ല ബാബു എന്റെ കയ്യില് അല്ല കയ്യിലുണ്ടോ? ഓക്കെ കാരണം പുള്ളിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ടാക്സ് അടയ്ക്കാത്തതിന്റെ പേരില്.
ഇപ്പൊ നമ്മുടെ അക്കൗണ്ടാണ് പുള്ളിക്കാരി ഫണ്ടൊക്കെ ആ. ID 126 ആ അയച്ചു 1 രൂപ. ഇത് എന്തിനാണ്? ഡീലർ എവിടെ? ലീലന്തി ഹലോ ആ യെസ് സക്കറി എവിടെ? അല്ല ബ്രോ, നമ്മൾ എന്ത് കാര്യം കൈമാറിയാലും അതിനൊരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം എന്നുള്ളതൊരു അതാ ഞാൻ നടത്താം. ഞാൻ പറഞ്ഞില്ല എന്റെ പേരിലല്ലേ വണ്ടി ഇപ്പൊ ഇടുന്നത്. മുള്ളിക്ക് ഓൾറെഡി പറ്റത്തില്ല പേരിൽ ഇറക്കാൻ. അപ്പൊ ഞാൻ അതാണ് ട്രാൻസാക്ഷൻ ചെയ്യാൻ റെഡിയാണ്. ഐ ആം റെഡി. അല്ല ഈ 1 രൂപ എന്നുള്ള ഒരു സംഖ്യക്കുള്ളൂ, വലിയ സംഖ്യ കിട്ടി കൊടുത്തായിരുന്നോ തന്നായിരുന്നോ? കിട്ടിയായിരുന്നോ? കൊടുത്തു ഞാൻ കൊടുത്തു. ആ കൊടുത്തല്ലോ, കിട്ടിയായിരുന്നല്ലേ? അപ്പൊ ഹാപ്പി ആയില്ലോ. ഇനി എന്താ വേണം? പിന്നെ ഓക്കെ, നമുക്കിപ്പോ ഇതിന്ന് നല്ല 2 വണ്ടി നമുക്കിപ്പോ കൊടുക്കാം. ആ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റി. ആ. ഇപ്പൊ ചേട്ടന്റെ പേരല്ലേ നമ്മളെ ഏട്ടനല്ലേ GST പ്രശ്നമുള്ളത്. നമ്മളല്ലേ അനിയത്തിയും അനിയനാണ്. അപ്പൊ നമ്മുടെ പേര് വണ്ടി ഇട്ടാ മതി. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളിപ്പോ വേറൊരു നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്. പോവല്ലേ മനസ്സിലായോ? നമ്മ ഇവിടത്തെ ഇത് മാത്രമല്ല നമ്മളിവിടെ തന്നെ ഉണ്ട്. അല്ല അതിപ്പോ അല്ല നിങ്ങള് വിസിറ്റിംഗ് വിസയിലല്ലേ അല്ല ഞാൻ ഒരു കാര്യം പറയേ, ഇതിൽ നിങ്ങൾ വിസയിലാണ് ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. മുരളിക്ക് വണ്ടികൾ ഉള്ളത് കൊണ്ടല്ല, മുരളിക്ക് ഈ വണ്ടി കൊണ്ട് മുരളിയുടെ ഗ്യാങ്ങോസിനകത്ത് ഇടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ. ചോദിച്ചു നോക്കിയ പുള്ളിയോട്, ആ സന്തോഷം വേറെ ഗ്യാരേജിൽ കിടന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അല്ലേ മുള്ളി? അപ്പൊ നമുക്ക് ആ വീടൊന്ന് കാണാൻ പറ്റുമോ? ആ കൊണ്ടുപോകും. നമുക്ക് ഈ ഒരു കാര്യം, ഈ വണ്ടി ഇപ്പൊ ഇടുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി തന്നെ കയറി പോവായിരുന്നു. ജോണസ് വണ്ടി ജോണസ് ഒന്നും please നമ്മുടെ come. മുള്ളിയിൽ റോൾസ് റോയ്സ് എടുത്ത് പാർക്ക് ചെയ്തേ. ജോണസ് ആ റോയ്സ് ഒന്ന് എനിക്ക് ബാബു തണുക്കുന്നു പെട്ടെന്ന് പാവു. ഇത് നിന്റെ അല്ല ഇതും ഇതും ഇതൊന്ന് ബാബു സാറിന്റെ പേരിൽ കൊടുത്തു. പിന്നെ ഇതാ വേണ്ട അതാ മള്ളിക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ കളർ BWM എന്നാ പറഞ്ഞ. പിന്നെ BW. അത് ഈ അടുത്ത് കിടക്കണ മതി, അടുത്ത് കിടക്കണ മതി. അപ്പൊ ദൂരെ പോകണ്ടല്ലോ എഴുതരാൻ. ഇവിടെ അടുത്തുള്ള തന്നെ ഗാരാജ് എവിടെയാണ്? ആ. വേറെ ഏതായിരുന്നു? ആ പോക്കറ്റ് ഐഡി 244 പോർച്ച് അല്ലേ അടുത്ത? 244. അല്ല 2 പോർച്ച് ആണോ? അതെ, നമുക്ക് രണ്ട് വണ്ടി എടുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ ഇപ്പൊ ശരിക്കും ഏതാ വണ്ടി? അടുത്ത ഏതാ വണ്ടി? അല്ലെ വേറെ ആ BWM ആ പോർച്ച് ആയിട്ടായാലും മതി. മുള്ളിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതെ എനിക്കത് ഇഷ്ടപ്പെട്ട. അപ്പൊ ആ 2 വണ്ടി മതി കേട്ടോ, BWM പോർച്ച് ആയിട്ട്. ID 160. അല്ല ഞാൻ പറഞ്ഞോളാം. എനിക്ക് എന്റെ പേരിൽ ഇതുവരെ GST പ്രശ്നം വന്നിട്ടില്ല. ഞാൻ തന്നെ വാങ്ങിച്ചോളാം. അപ്പൊ ട്രാൻസ്ഫർ ആ കുഴപ്പമില്ല. അതെ, അതെ. ഞാൻ കാരണം- വാങ്ങിയ ബൗസ് ഇല്ല. ഇറക്കിയേക്കുന്നത് ഏതാ? ബാബുശേഖരന്റെ പേരിലാന്ന് പറഞ്ഞാ നമ്മൾ ഇറക്കിയ. ഓക്കെ അപ്പൊ പ്രശ്നം എന്റെ പേര് തന്നെ ഇരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ വർഷം 31 കഴിഞ്ഞാൽ ഈ GST പ്രശ്നം എല്ലാം ക്ലിയർ ചെയ്യും. പിന്നെ അടുത്ത വർഷമായില്ലേ, അപ്പൊ അടുത്ത വർഷത്തിൽ മള്ളിയുടെ പേരിലോട്ട് ഞാൻ എനിക്ക് കൊടുക്കാനും പറ്റില്ല. കൊടുത്തില്ലെങ്കിൽ മള്ളി പിടിച്ചു വാങ്ങും. അതാണ് സ്വഭാവം. സത്യം ആള് വൈലന്റ് ആവും. നിങ്ങൾക്ക് അല്ല, ഞാൻ ബൗസിന് ഇത്രയൊക്കെ എന്റെ help ചെയ്ത് എന്റെ കുഴപ്പമില്ല. പേരിൽ എനിക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് ചെയ്താൽ ഞാൻ വാങ്ങിക്കോളാം. അത് വേറെ ആയിട്ട് എടുത്താൽ മതി. ജോണസ് പ്ലീസ് കം ഹിയർ. ജോണസ് അല്ല ബൗസിന് എന്റെ GST പ്രശ്നമില്ല, ഞാൻ അടച്ചായിരുന്നു. ആണോ? പക്ഷെ നിന്റെ ബാങ്ക് ബാലൻസ് ഇല്ലല്ലോ EMI ഇതൊന്നും അടയ്ക്കാൻ. നീ അത് ഉണ്ട്, ചുമ്മാ ഇരിക്കാവോ? മറ്റേ ചുമ്മാ ഇരിക്കോ, ടെൻഷൻ ആകല്ലേ. മള്ളിക്ക് എന്റെ ഇരിക്കുന്നതാണ് ഇഷ്ടം അല്ലേ മള്ളി? അതെ എനിക്ക് വല്ല എനിക്ക് ആരെയും സന്തോഷം. അതെ തന്നെ മള്ളിക്ക് എന്റെ ഇരിക്കുന്ന സന്തോഷമാണ്. കണ്ടോ, കുഴപ്പമില്ലല്ലോ ബ്രോ. മള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. ഐ ലവ് യു മള്ളി. ഉമ്മ മുതലാളിക്ക് ആർക്കാ ഇഷ്ടം കൂടുതല്? ഞാൻ മള്ളി ഒരു മിനിറ്റ് പപ്പോ മള്ളി തനകനാണ്ടില്ലേ, പോയി ചൂട് കൊടു. കൊണ്ടോ മള്ളി ചൂട് വാങ്ങിച്ചിട്ട് വന്നേ. ഹലോ ഒന്ന് വരാവോ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓ ഈ വണ്ടിയുടെ ഉടമസ്ഥനെ ചെറുതായിട്ടൊന്ന് തട്ടിപ്പോയിരുന്നു സമ്പർക്കം പോലെ. ഓ ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്കിപ്പോ വേറെ വഴിയില്ല ഇവിടെ. കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഐഡിയിലോട്ടും കിട്ടാൻ പോരെ? എന്റെ ഐഡി ഇട്ടിട്ട് വിളിച്ച് പറഞ്ഞാലും മതി. ഇടുമായിരിക്കുമല്ലോ എന്നിട്ട്. എത്ര ഇടും? എത്ര ഐഡി? 244. 244. ഓക്കെ ഇട്ടേക്കാം. ആ ഒരു പോർച്ച് അപ്പുറത്തെ മഞ്ഞ BW അത് മതി. ഓക്കെ ഓ അവർക്ക് എന്താ സന്തോഷമില്ലേ ഒരു ചെറുക്കനെ കിട്ടിയപ്പോ, സഹോദരനെ കിട്ടിയപ്പോ. സത്യം. ഓക്കെ എന്താ പറഞ്ഞ ചൂട് കിട്ടിയായിരുന്നു. ചൂട് ഓക്കെയാണ്. അതേ രീതിയിലാണ്. മൊലാലിയുടെ പെങ്ങളും ബ്രദറും അല്ലേ, നമുക്ക് എന്താ പ്രശ്നം അതിലൊക്കെ? ഓക്കെ, അപ്പം ഏതൊക്കെ വണ്ടി വേണ്ടത്? ഈ BM ഈ അത് പോർച്ച്. അതാണ് മൊള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പോർഷെ പറഞ്ഞു. അല്ലേ? അല്ല പോർച്ചയും BM എനിക്ക് ശരിക്കും റോൾസ് ഇഷ്ടപ്പെട്ടെ. പക്ഷെ മൊള്ളിക്കില്ലേ, അതുകൊണ്ട് പോർച്ചയും BM മതി. ജോണസ് റോയ്സ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാലോ. ബാബു സെറ്റ് റോയ്സിൽ കയറി കഴിഞ്ഞാ ആ റോയ്സ് ഇട്ട് തരുമോ? ഓക്കെ AMG കൊള്ളാല്ലേ ബൗസ്? കൊള്ളാം. അതെ. അപ്പൊ ബ്രോ ഇതിന്റെ ഓണർ വേറെയാണോ? ഇതിന് ഓണർ ഉണ്ട് ഇവിടെ. ബെൻസിന്റെ ഓണറോ? ബെൻസിന്റെ ഇല്ലല്ല. ബെൻസിന്റെ ഓണർ ഇത് കയറാം അല്ലൊക്കെയോ. അപ്പൊ BMW ഞാൻ ആ ഗറാജിൽ കൊണ്ടോ? നിങ്ങളൊക്കെ കേറി വന്നോ? ഞങ്ങൾ ഗറാജിൽ. ഓക്കെ. ബാബു സാർ മറ്റേ 2 വണ്ടി ഞങ്ങൾ ഹോം ഡെലിവറി ആയിട്ട് അങ്ങോട്ട് എത്തിക്കാം. ഓക്കെ ഞങ്ങള് ഗ്യാങ്ങോസിൽ ഉണ്ടാവും. മള്ളി എന്തെങ്കിലും ചൂട് മള്ളിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല.
നമുക്കൊന്ന് വീട് കാണാൻ ഓ ഒരു കാര്യം ഞങ്ങൾ ഗ്യാങ് ഹൗസിൽ പോയിട്ട് ലൊക്കേഷൻ ഇട്ട് തരാം, നിങ്ങൾ അങ്ങോട്ട് വരുമോ? ഓക്കെ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി. പപ്പോ പോവല്ലേ, വണ്ടി തിരിച്ചു വാ തിരിച്ചു വാ. ജോണസേ അതൊന്ന് ഡീൽ ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വാട്ടോ. അതിന്റെ ഗാരേജ് സേവ് ചെയ്യണോ? ഗാരേജ് സേവ് ചെയ്യണോ? അതിന് എനിക്ക് അടുത്തുള്ള ഗാരേജ് വരെ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ വാ വാ പപ്പോ വാ. BMW എല്ലാം വേണം എല്ലാം വേണം എല്ലാം വേണം. ഓ അതിടാ അതിടാ എടുത്തിട്ട് വരുമല്ലോ അവര്. നമ്മളെ ഗ്യാങ് ഹൗസ് എത്തുമ്പോഴത്തേക്ക് മറ്റേ ആൾ എത്തുമായിരിക്കുമല്ലേ? ആ എത്തൊരു